ഹലോ, വെൽക്കം ടു മെഡ്കോഡ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഹിസ്റ്റോളജി ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. വാട്ട് ഈസ് ഹിസ്റ്റോളജി? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ടിഷ്യൂസ്. ടിഷ്യൂസിനെ പറ്റി പഠിക്കുന്നതാണ് എന്ത് ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി ടേം വന്നത് ഗ്രീക്ക് വേർഡ്സ് നിന്നാണ്. ഹിസ്റ്റോസ് എന്നും ലോഗോസ് എന്നുമുള്ള രണ്ട് വേർഡ്സിന് എന്ത് ചെയ്തു മിക്സ് ചെയ്തിട്ടാണ് എന്ത് ഹിസ്റ്റോളജി എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത്. ഹിസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ എന്നും ലോഗോസ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് എന്നാണ്. അപ്പൊ നമുക്കറിയാം സെൽസ് ആണ് എന്ത് നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ്. ഓക്കെ, അപ്പം സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. അതായത് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിത്ത് സിമിലർ ഫങ്ഷൻ ആൻഡ് മോർഫോളജി. അപ്പൊ നമുക്ക് ബോഡിയുടെ ആർക്കിടെക്ചറിലെ ബോഡി എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബോഡി എന്താണ് സെൽസ് ആണ്. ഈ ഒരുപാട് സെൽസ് കൂടി ചേർന്നിട്ടാണ് എന്ത് ടിഷ്യൂ ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ ഒരുപാട് ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണ് എന്ത് ഓർഗൻസ് ഉണ്ടാകുന്നത്, നമ്മുടെ അവയവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് അവയവങ്ങൾ, അതായത് നമ്മളുടെ ഓരോ അവയവങ്ങളായിട്ട് ഒരു ഓർഗൻ സിസ്റ്റം, ഒരു അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് എന്ത് ഒരു ബോഡി കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ബേസിക് ടിഷ്യൂസ് ഓഫ് ഹ്യൂമൻ ബോഡി, അതിന് ഫണ്ടമെന്റൽ ടിഷ്യൂസ് ഓഫ് ഹ്യൂമൻ ബോഡി എന്നും പറയും. നമ്മളുടെ ശരീരത്തില് ബേസിക് ആയിട്ട് 4 ടൈപ്പ് ടിഷ്യൂസ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്ന? എപ്പിത്തീലിയം, എപ്പി മീൻസ് പുറത്തുള്ളത്. ഓക്കെ, that covers and lines the body surface, cavities and organs. അതാണ് അതിന്റെ ഫംഗ്ഷൻ. കണക്റ്റീവ് ടിഷ്യൂ, കണക്റ്റീവ്, അതിന്റെ ആ വേർഡ് തന്നെയുണ്ട് കണക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് സ്ട്രക്ചർ. മസ്കുലാർ ടിഷ്യൂ എന്തിന്? മസ്കുലാർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അധികം മൂവ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, മസിൽസ് മൂവ്മെന്റ് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്? മസിൽസ് ആണ് മൂവ്മെന്റിന് യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. പിന്നെ നെർവസ് ടിഷ്യൂ നാലാമത്തത്. അത് നെർവ്സ് എന്ത് നമ്മളുടെ സിഗ്നൽസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ 4 എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ ആൻഡ് നെർവസ് ടിഷ്യൂ. ഇനി ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ ഇസ് ഫോംഡ് ബൈ എപ്പിത്തീലിയൽ സെൽസ്. ഒരുപാട് എപ്പിത്തീലിയൽ സെൽസ് കൂടി ചേർന്നിട്ടാണ് എന്ത് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് ഈസ് അവാസ്കുലാർ. അവാസ്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ? അവാസ്കുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് വെസൽസ് ഉണ്ടാവും. അതാണ് വാസ്കുലർ എന്ന് പറയുന്നത്. അവാസ്കുലാർ എന്ന് പറഞ്ഞാല് ബ്ലഡ് വെസൽസ് ഉണ്ടാവില്ല. ബ്ലഡ് വെസൽസോ അല്ലെങ്കിൽ ലിംഫാറ്റിക്കോ അങ്ങനെയൊന്നും എന്താണ് എപ്പിത്തീലിയത്തിൽ ഉണ്ടാവില്ല. മേ ബി അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണ്? അവാസ്കുലാർ ആണ്. ആ ടേം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂവിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നറിഷ്മെന്റ് ഈസ് പ്രൊവൈഡ് ബൈ ഡിഫ്യൂഷൻ ഫ്രം അഡ്ജസന്റ് സപ്പോർട്ടിംഗ് ടിഷ്യൂസ്. ടിഷ്യൂ കവേഴ്സ് ദ ബോഡി സർഫേസ്. നമ്മൾ നേരത്തെ ഫംഗ്ഷൻ പറഞ്ഞു. എന്താണ് നമ്മുടെ ബോഡി സർഫേസ്, കാവിറ്റീസ് ലൈൻ ചെയ്യുന്നു, അതുപോലെ ഗ്ലാൻഡ്സ് ഫോം ചെയ്യുന്നതൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂ വഴിയാണ്. പിന്നെ എപ്പിത്തീലിയൽ സെൽസ് എങ്ങനെയാണ്? ടൈറ്റ്ലി പാക്ഡ് ആൻഡ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. പിന്നെ ഇറ്റ് ഈസ് classified based on the number of layers. മെയിൻ ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് നമ്പർ ഓഫ് ലെയേഴ്സ് വെച്ചാണ്. സിമ്പിൾ ആയിട്ട്, കോമ്പൗണ്ട് ആയിട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിരിക്കും. നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് മെയിൻ ആയിട്ട് പോവാം. അതിന് മുന്നേ നമുക്ക് ഫംഗ്ഷൻ എന്തൊക്കെയാ? നമ്മൾ നേരത്തെ ഫംഗ്ഷൻ പറഞ്ഞു. പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, സെക്രീഷൻ, എക്സ്ക്രീഷൻ, ഫിൽട്രേഷൻ, lubrication ആൻഡ് സം സെൻസറി റിസപ്റ്റർ ഫംഗ്ഷനും ഉണ്ട്. ഇപ്പം പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പിത്തീലിയം ഞാൻ പറഞ്ഞു. എപ്പി എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതാണ്. അതായത് അപ്പം മെയിൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റിയ എന്താ? സ്കിൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ സെക്രീഷൻ, ഓരോ ഗ്ലാൻഡും സെക്രീറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ തൈറോയിഡ്. ഇൻഡസ്റ്റൈൽ എന്താണ്? അബ്സോർബ് ചെയ്യുന്നു, വലിച്ചെടുക്കുക, അതാണ് മീനിങ്. പിന്നെ ലങ്സില് പ്രൊട്ടക്ഷൻ, ഗ്യാസ് എക്സ്ചേഞ്ച് ഇതൊക്കെ നടക്കുന്നു. ലിവറിൽ ഇതുപോലെ സെക്രീഷൻ, അതായത് ഓരോ ഓർഗനിലും ഓരോ സെക്രീഷൻ നടത്തുന്നത് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ വഴിയാണ്, എപ്പിത്തീലിയൽ സെൽസ് വഴി. ഓക്കെ, പിന്നെ കിഡ്നി ഫിൽട്രേഷൻ, ഫിൽട്ടർ ചെയ്യുന്ന അരിച്ചെടുക്കുക, അതാണ് ഫിൽട്രേഷൻ. lubrication എന്ന് പറഞ്ഞാല് എന്താ പറയാ? മിക്ക സെക്രീഷൻ വരുന്നതിനാണ് lubrication എന്ന് പറയാം.
ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ബേസ്ഡ് ഓൺ ഷേപ്പ് മൂന്നെണ്ണമായിട്ടാണ് ഉള്ളത്. ഏതൊക്കെ? സ്ക്വാമസ്, ക്യൂബോയിഡൽ ആൻഡ് കൊളംനാർ. സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇമേജിൽ നോക്കൂ. സ്ക്വാമസ് എന്ന് പറഞ്ഞാല് ഫ്ലാറ്റ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. ക്യൂബോയിഡൽ എന്ന് പറഞ്ഞാൽ ക്യൂബിനെ പോലുള്ള സ്ട്രക്ചർ. ആൻഡ് കൊളംനാർ എന്ന് പറഞ്ഞാൽ ടോൾ ലൈക്ക് നീണ്ടിട്ടുള്ള സെൽസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ അറേഞ്ച്മെന്റ് ആണ്. സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആൻഡ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ എന്ന് പറഞ്ഞാൽ വൺ ലെയർ, ഒരൊറ്റ ലെയർ എന്നുള്ളൂ. ഈ ഇമേജിൽ നോക്കൂ, ഇവിടെ സിമ്പിൾ ക്യൂബോയിഡ് ഉണ്ട്, സിമ്പിൾ സ്ക്വാമസ് ഉണ്ട്, സിമ്പിൾ കൊളംനാർ ഉണ്ട്. ഇതെല്ലാം എന്താ? ഒരേ ഒരു ലെയറേ ഉള്ളൂ. എന്നാൽ സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എങ്ങനെയാ? മെനി ലെയേഴ്സ്, ഒരുപാട് ലെയേഴ്സ്. ഇവിടെ നോക്കൂ, ഒരു ലെയർ, 2 ലെയർ, 3 ലെയർ, അങ്ങനെ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. സോ സ്ട്രാറ്റിഫൈഡിനും സിമ്പിളിനും ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി എന്താണ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്? സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാൾസ് സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. അത് പറഞ്ഞാല് നമുക്ക് കണ്ട ഒരുപാട് ലെയേഴ്സ് ആയിട്ട് തോന്നും, പക്ഷെ ഒരൊറ്റ ലെയറേ ഉണ്ടാവുള്ളൂ. അതാണ് എന്ത്? സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു വേർഡിന്റെ മീനിങ് ഫോൾസ് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസിഷൻ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ മെനി ലെയേഴ്സ്, ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. അത് ക്ലോസ്ലി പാക്ഡ്, അടുത്തടുത്തടുത്തടുത്ത് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ഫങ്ഷൻ മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ട്. അതെന്താ അതിന്റെ ഫങ്ഷൻ? സെക്രീറ്റ് മ്യൂക്കസ് ഫോർ പ്രൊട്ടക്ഷൻ. പിന്നെ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്, അത് 2 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ എക്സോക്രൈൻ ഗ്ലാൻഡും കോമ്പൗണ്ട് എക്സോക്രൈൻ ഗ്ലാൻഡും. സിമ്പിൾ എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ എക്സാമ്പിൾസ് ആണ് സ്വെറ്റ് ആൻഡ് സെബേഷ്യസ് ഗ്ലാൻഡ്സ്. കോമ്പൗണ്ട് എക്സോക്രൈൻ്റെ ഗ്ലാൻഡിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? മാമറി ഗ്ലാൻഡ് ആൻഡ് സലൈവറി ഗ്ലാൻഡ്. ഇനി അടുത്തത് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോർമോൺസ് ഡയറക്ട്ലി ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുന്നത് വിത്തൗട്ട് ഡക്റ്റ്. അതായത് ഒരു ഡക്റ്റിലൂടെ അല്ല എന്താവുന്നത് ഹോർമോൺസ് റിലീസ് ആവുന്നത്, അത് ഡയറക്റ്റ് ആയിട്ടാണ് ബ്ലഡിലേക്ക് ഉണ്ടാവുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അതിൽ എന്താണ് മെയിൻ ആയിട്ടും ഉണ്ടാവുന്നത് വെച്ചാൽ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതാണ് എന്ത്? എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ഫങ്ഷൻ. ഈ ക്ലാസിഫിക്കേഷൻ നല്ലോണം നോക്കുക. എപ്പിത്തീലിയൽ ടിഷ്യൂല് ലെയർ ആയിട്ട് സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. സിമ്പിളില് എന്തൊക്കെയുണ്ട്? എന്തൊക്കെ സെൽ ടൈപ്പ് ഉണ്ട്? സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്, സ്ക്വാമസ്, ക്യൂബോയിഡൽ, കൊളംനാർ. കോമ്പൗണ്ടിൽ സ്ട്രാറ്റിഫൈഡ്, ട്രാൻസിഷണൽ. നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഈ ഇമേജും ഇതുപോലെ തന്നെ സിമ്പിളിന്റെയും സ്ട്രാറ്റിഫൈഡിന്റെയും ഒരു എക്സാമ്പിൾ എടുത്താൽ, സിമ്പിൾ എന്ന് പറഞ്ഞാൽ 1 ലെയർ, സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ മെനി ലെയേഴ്സ്. ഇതും അതുപോലെ തന്നെ. ട്രാൻസിഷണൽ എപ്പിത്തീലിയം കണ്ടോ? ഈ സ്ട്രാറ്റിഫൈഡും ഈ ട്രാൻസിഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇത് പറഞ്ഞാല് സ്ട്രാറ്റിഫൈഡില് എങ്ങനെയാ? മെനി ലെയേഴ്സ്, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ട്രാൻസിഷനിൽ എന്താ? ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, അത് അടുത്തടുത്തടുത്ത് എങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ കണ്ടോ? സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ഒരു ലെയർ ആയിരിക്കും, പക്ഷെ ഒരുപാടുള്ള പോലെ നമുക്ക് തോന്നും. അതാണ് എന്ത്? സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്. ഇത് എല്ലാത്തിന്റെയും ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് നോക്കുക കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്താണ്, ഇതും ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്താ? അതിന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇറ്റ് ഗിവ്സ് സ്ട്രക്ചറൽ ആൻഡ് മെറ്റബോളിക് സപ്പോർട്ട് ടു അതർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻ ഓഫ് ദ ബോഡി. ഇതിനായിട്ടും സപ്പോർട്ട് കൊടുക്കുക. ആൻഡ് ഇറ്റ് കണക്ട്സ് അതർ ടിഷ്യൂ. വേറെ ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇറ്റ്സ് മെയ്ഡ് ഓഫ് സെൽസ്, fibers and ground substance. Okay, functions എന്തൊക്കെയാ? support, bind and protect organs, gives mechanical support to the body, storage of fat and certain minerals like calcium in the bones, and exchange of metabolites between blood and tissues, significant role in the repair and healing of wounds, for protection against infection. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുള്ളതല്ല. സെൽസ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂയിലുള്ള സെൽസ് അത് നോക്കി വെക്കണം. അതിൽ ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്, മാക്രോഫേജസ്,
മാസ് സെൽസ്, പ്ലാസ്മ സെൽസ്, ല്യൂക്കോസൈറ്റ്സ്, അഡിപ്പോസൈറ്റ്സ്, എറിത്രോസൈറ്റ്സ്. ഇങ്ങനെ കുറച്ച് സെൽസ് ഉണ്ട്. ഇതിൽ ഓരോന്നിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഫൈബ്രോബ്ലാസ്റ്റിൽ എന്താണ്? ഫൈബ്രോബ്ലാസ്റ്റ് ആണ് ഇലാസ്റ്റിനും കൊളാജൻ ഫൈബേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. മാക്രോഫേജസ് ഫാഗോസൈറ്റോസിസ് ആണ് ചെയ്യുന്നത്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബോഡിയിലേക്ക് വരുന്ന മൈക്രോബ്സിനെ, അതായത് മൈക്രോ ഓർഗാനിസത്തിനെ ഒക്കെ എന്ത് ചെയ്യും? വിഴുങ്ങും, എൻഗൾഫ്, വിഴുങ്ങിയിട്ട് അതിനെ നശിപ്പിക്കും. അതാണ് മാക്രോഫേജസിന്റെ ഡ്യൂട്ടി. ആൻഡ് മാസ്റ്റർ സെൽ. മാസ്റ്റർ സെൽ എന്താണ്? ഹെപ്പാരിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഹിസ്റ്റാമിൻ, അലർജൻസ്, അതുപോലെ ആന്റി കൊയാഗുലൻ, ബ്ലഡ് കട്ടയാവാതിരിക്കാനുള്ള ഇതാണ് ഹെപ്പാരിൻ. ഓക്കെ. പിന്നെ പ്ലാസ്മ സെൽസ്. പ്ലാസ്മ സെൽസ് ആണ് എന്താ? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ല്യൂക്കോസൈറ്റ്സ് എന്താ? WBCs. അത് എന്താ? ഇമ്മ്യൂണിറ്റിക്ക്, പ്രതിരോധത്തിന്. അഡിപ്പോസൈറ്റ്സ് ആണ് എന്ത്? ഫാറ്റ് സെൽസ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുന്നത് അഡിപ്പോസൈറ്റ്സ് ആണ്. അതുപോലെ എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ RBCs ആണ്, ട്രാൻസ്പോർട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യും. ഇനി ഫൈബേഴ്സിന്റെ ടൈപ്സ് നോക്കാം. 3 ടൈപ്പ് ഫൈബേഴ്സ് ആണ് ഉള്ളത്. കൊളാജൻ ഫൈബേഴ്സ്, റെറ്റിക്കുലർ ഫൈബേഴ്സ്, ഇലാസ്റ്റിക് ഫൈബേഴ്സ്. കൊളാജൻ ഫൈബേഴ്സിന്റെ കളർ എന്ന് വെച്ചാൽ വൈറ്റും ഇലാസ്റ്റിക് യെല്ലോ ആണ്. അപ്പം ഇതിന്റെ ആ ഒരു ടേബിൾ നോക്കൂ. അതിൽ കൊളാജൻ ഫൈബേഴ്സിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബൈൻഡ് ബോൺസ് ആൻഡ് അതർ ടിഷ്യൂസ് ടു ഈച്ച് അതർ. ബോണിനെയും ടിഷ്യൂസിനെയും തമ്മിൽ ബൈൻഡ് ചെയ്യിക്കുന്നതാണ് കൊളാജൻ ഫൈബർ. ഇലാസ്റ്റിക് എന്താ? അലൗസ് ഓർഗൻസ് ലൈക്ക് ആർട്ടറീസ് ആൻഡ് ലങ്സ് ടു റീകോയിൽ. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വലിയാൻ പറ്റേ. അതുപോലെ ഓർഗൻസിനും അതുപോലെ ആർട്ടറീസിനും ലങ്സിനൊക്കെ ചുരുങ്ങാനും അങ്ങനെ മൂവ്മെന്റ്സിനൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്. റെറ്റിക്കുലർ ഫൈബേഴ്സ് എന്താ? ഫോം എ സ്കഫോൾഡിംഗ് ഫോർ അതർ സെൽസ്. ഓക്കെ. പിന്നെ ഇതിന്റെയൊക്കെ ലൊക്കേഷൻ നോക്കി വെക്കാം. കൊളാജൻ ഫൈബേഴ്സ് എന്താ? മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ. അതിന്റെ ആ ഒരു പ്രോട്ടീന്റെ പേരാണ് കൊളാജൻ. അത് ഫ്ലെക്സിബിൾ ആണ്, തിക് ഫൈബേഴ്സ് ആണ്, സെക്രേറ്റഡ് ബൈ ഫൈബ്രോബ്ലാസ്റ്റ് ആസ് എ ട്രോപ്പോകൊളാജൻ. 5 ടൈപ്പുകളാണ് ഉള്ളത്. ഓക്കെ. അതുപോലെ ഇലാസ്റ്റിക് ഫൈബേഴ്സ് കമ്പോസ്റ്റ് ഓഫ് പ്രോട്ടീൻ കോൾഡ് ഇലാസ്റ്റിൻ. ഇലാസ്റ്റിൻ ആണ് ഇലാസ്റ്റിക് ഫൈബേഴ്സിൽ. കൊളാജൻ ഫൈബേഴ്സിൽ കൊളാജൻ ആണ് പ്രോട്ടീൻ. ഓക്കെ. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതെന്താ? ഇലാസ്റ്റിൻ തിന്നർ ആണ് കൊളാജനേക്കാളും. കൊളാജൻ തിക്ക് ആണല്ലോ. പിന്നെ ഷോർട്ട് ബ്രാഞ്ചിങ് ഫൈബേഴ്സ് ഫോം റെഗുലർ നെറ്റ്വർക്ക്. ഇനി കണക്റ്റീവ് ടിഷ്യൂസിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈപ്സ് ഏതൊക്കെയാന്ന് നോക്കാം. 3 എണ്ണമാണ് ഉള്ളത് മെയിൻ ആയിട്ടും. ഏരിയോളാർ, അഡിപ്പോസ് ആൻഡ് റെറ്റിക്കുലർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ഏരിയോളാർ എന്താണ്? എപ്പിത്തീലിയത്തിന്റെ അടിയിലാണ് അധികം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അഡിപ്പോസ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഹൈപ്പോഡെർമിസ്, വിത്തിൻ അബ്ഡോമൻ, ബ്രസ്റ്റ്, ഇവിടെയൊക്കെയാണ്. അഡിപ്പോസ് ഫാറ്റ് ആണ്. ഫാറ്റ് സെൽസ് ആയിരിക്കും അഡിപ്പോസ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ മെയിൻ ആയിട്ട് ഉണ്ടാവാം. അപ്പൊ ഫാറ്റ് ഏറ്റവും കൂടുതലുള്ളത് അബ്ഡോമനിലും, നമ്മളുടെ തൊലിയുടെ താഴെ, അതുപോലെ ബ്രസ്റ്റില്, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അഡിപ്പോസ് ടിഷ്യൂസ് കാണും. റെറ്റിക്കുലർ ടിഷ്യൂസ്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ഇവിടെ ലിംഫ് ഓർഗൻസ്, ലിംഫ്. ഓക്കെ. പിന്നെ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, അത് 2 ടൈപ്പ് ഉണ്ട്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂസിൽ 2 എണ്ണമാണ് ഉള്ളത്, ടെൻഡൻസും ലിഗമെന്റ്സും. ഇവിടെ ഈ ടെൻഡൻ ലിഗമെന്റ് എന്നുള്ളത് എന്തായാലും ഓർമ്മിച്ച് വെക്കണം. കാരണം ടെൻഡനും ലിഗമെന്റും അത് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് ടെൻഡൻ, എന്താണ് ലിഗമെന്റ് എന്ന് പഠിച്ചു വെക്കാം. ടെൻഡൻ പറഞ്ഞാൽ മസിലിനെ ബോണായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ടെൻഡൻ. ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ബോണിനായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ലിഗമെന്റ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. പിന്നെ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂല് ഡെർമിസ് ഓഫ് സ്കിന്നും സബ്മ്യൂക്കോസ് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്റ്റും ആണ്. ഇതിന്റെ മെയിൻ ആയിട്ടും ഈ ടെൻഡൻ ലിഗമെന്റ് ആണ് ചോദിക്കാറ്. പിന്നെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് 3 എണ്ണം. കാർട്ടിലേജ്, ബോൺ ആൻഡ് ബ്ലഡ്. എന്താണ് കാർട്ടിലേജ്? കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ബോൺ എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ എല്ലുകളാണ്. അപ്പം കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് ആയിട്ടുള്ള
എന്താ പറയാ, വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റിയ സാധനമാണ് എന്ത്, കാർട്ടിലേജ്. നമ്മുടെ മൂക്കിന്റെ പാലം, ഇയർ, ചെവി നമുക്ക് മടക്കാനൊക്കെ പറ്റുമല്ലോ അല്ലേ. പക്ഷെ നമ്മുടെ കൈയിന്റെ എല്ലാം നമുക്ക് ഒടിക്കാനും നമുക്ക് ഒടിഞ്ഞു പോവുള്ളൂ. അല്ലാണ്ട് നമുക്ക് മടക്കാനൊന്നും അങ്ങനെ പറ്റില്ല. അപ്പം ഈ കാർട്ടിലേജിലെ സെൽസിനെ പറയുന്നത് കോൺഡ്രോസൈറ്റ്സ് എന്നാണ്. ആ ഒരു വേർഡ് ഓർത്ത് വെക്കണം. കോൺഡ്രോ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജ് ആണ്, സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സെൽസ്. ഓക്കെ, അത് സ്ട്രോങ് റെസിലിയന്റ് ആണ്. ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാൽ മതി. കാർട്ടിലേജിന്റെ ടൈപ്പ് നോക്കാം. ഹയലൻ കാർട്ടിലേജ്, ഫൈബ്രോ കാർട്ടിലേജ്, ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ചിലപ്പോൾ ഫൈബ്രോ കാർട്ടിലേജിന്റെ എക്സാമ്പിൾ എന്താ. അപ്പം ഇതിന്റെ കാർട്ടിലേജ് നമുക്ക് ഈ ഇപ്പം ഒരു ഹിസ്റ്റോളജിയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മെയിൻ ഹെഡിങ്ങും അതിന്റെ സബ് ഹെഡിങ്ങും മാത്രം മര്യാദയ്ക്ക് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ ഇങ്ങനെ വായിക്കാം, മനസ്സിലാക്കി വെക്കാം. ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കണം. ഇതിൽ നമുക്ക് ഇനി ടൈപ്സിലേക്ക് നോക്കാം. ഹൈലൻ കാർട്ടിലേജ്, അതിന് എക്സാമ്പിൾ ആണ് റിബ്, നേസൽ സെപ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള ചില ഭാഗങ്ങൾ. പിന്നെ ഫൈബ്രോ കാർട്ടിലേജിന്റെ എക്സാമ്പിൾ ആണ് ഇന്റർവെർട്ടബ്രൽ ഡിസ്ക്, നമ്മുടെ നട്ടലിന്റെ ഇടയിൽ ഡിസ്ക് ഉണ്ട് അത്. പിന്നെ മുട്ട്, TMJ, ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്, നമ്മളുടെ എന്താ പറയാ, നമ്മുടെ വായിന്റെ അവിടെ നിന്ന് വായ തുറക്കുമ്പോൾ അടയ്ക്കുമ്പോഴൊക്കെ ഒരു ക്ലിക്കിംഗ് സൗണ്ട് ഒക്കെ കേൾക്കാവുന്നില്ലേ, അതാണ് നമ്മുടെ TMJ. ഒരു ജോയിന്റ് ആണ് നമ്മള് മാൻഡിബിളിനെ കണക്ട് ചെയ്തിരിക്കുന്നത് TMJ-യിലാണ്, ബോണായിട്ടും. ഓക്കെ, പിന്നെ ഇലാസ്റ്റിക് കാർട്ടിലേജ് എക്സാമ്പിൾ ആണ് ഇയർ പിന്ന, ചെവിക്കൂടാരങ്ങളില്ലേ. പിന്നെ എപ്പിഗ്ലോട്ടസ്, ഓഡിറ്ററി ട്യൂബ്സ്. എപ്പിഗ്ലോട്ടസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാരിങ്സിന്റെ മുകളിലായിട്ട് ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതാണ് എന്ത്, ഈ ഫാരിങ്സില് നേസോ ഫാരിങ്സും ഒറോ ഫാരിങ്സും ഉണ്ട്. രണ്ടിനെ ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ അവിടെയായിട്ടാണ് കാണുന്നത്. അതായത് നമ്മളുടെ എയർ പോകേണ്ടടുത്ത് കൂടെ ഫുഡ് പോകണ്ടിരിക്കാൻ ഈ എപ്പിഗ്ലോട്ടസ് അടയും. അങ്ങനെയാണ് അതിന്റെ മെക്കാനിസം വരുന്നത്. ചിലതായത് നമുക്ക് തരിപ്പിലൊക്കെ പോയില്ലേ, അത് വെച്ചാല് നമ്മള് ഫുഡ് പൈപ്പിലൂടെ പോകേണ്ട ഫുഡ് ചിലപ്പോ ഒക്കെ വിൻ പൈപ്പിലൂടെ, അതായത് നമ്മളുടെ ട്രക്കയിലേക്കൊക്കെ പോകും. എന്താ നമുക്ക് അത് കാരണം എപ്പിഗ്ലോട്ടിസ് കറക്റ്റ് ആയിട്ട് ക്ലോസ് ആവുന്ന ഓപ്പൺ ആവാത്ത ആ സമയത്താണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് കാർട്ടിലേജ് കാണുന്നത് ഓഡിറ്ററി ട്യൂബാണ്, അതായത് നമ്മുടെ ചെവിയുടെ ഉള്ളിലെ ട്യൂബ്. ഓക്കെ, പിന്നെ അടുത്ത ബോൺ എന്താണ്, നമ്മുടെ ഹാർഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോണിലെ സെൽസിനെ നമ്മൾ ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറയും. അതൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കണം. പിന്നെ ബോണിലെ ക്ലാസിഫിക്കേഷൻ ഡെൻസ് ഉണ്ട്, സ്പോഞ്ചി ഉണ്ട്. ഈ ഡെൻസിന്റെ വേറെ പേരാണ് കോമ്പാക്ട് ബോൺ, അതുപോലെ സ്പോഞ്ചിന്റെ വേറെ പേരാണ് കാൻസിലസ് ബോൺ. ഡെൻസ് ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പുറത്തുള്ളതാണ്, കട്ടിയുള്ളതായിരിക്കും. അതായത് നമ്മളുടെ നീളമുള്ള ബോൺസ് ഉണ്ട്. അതായത് ഇപ്പൊ കാലിന്റെ ബോണാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പുറംഭാഗമില്ലേ, അതാണിത് നമ്മളുടെ കോമ്പാക്ട് ബോൺ. സ്പോഞ്ചി ബോൺ അല്ലെങ്കിൽ കാൻസറസ്, ആ ഒരു പേരിൽ തന്നെ ഉണ്ട് സ്പോഞ്ചി ആയിട്ട്. അതായത് ഉള്ളിലായിരിക്കും പോറസ് പറഞ്ഞാൽ കുറെ കുഴികൾ, കുഞ്ഞു ഓട്ടകൾ ഉണ്ടായിരിക്കും. അത് വെച്ചാല് നമ്മളുടെ എല്ലിന്റെ ഇപ്പൊ പല്ലിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടറ്റം ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ ചിക്കൻ കടിക്കുമ്പോൾ നമ്മൾ ചിക്കന്റെ ഏറ്റവും അറ്റത്തുള്ള ചിക്കൻ എല്ലിന്റെ അറ്റത്ത് സോഫ്റ്റ് ഉണ്ട് കുറച്ച്, അതാണ് എന്ത്, സ്പോഞ്ചി ബോൺ. ഇനി ബ്ലഡ് എന്താണ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇത് ബ്ലഡ് സെൽസ് മെയിനായിട്ട് 3 എണ്ണം. ഇതെന്തായാലും പഠിച്ചെടുക്കണം. RBC എന്ന് പറഞ്ഞാല് റെഡ് ബ്ലഡ് സെൽസ്, WBC വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്. RBCന്റെ വേറെ പേര് ഓർത്ത് വയ്ക്കണം, എറിത്രോസൈറ്റ്സ്. WBCന്റെ വേറെ പേരാണ് ല്യൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സിന്റെ വേറെ പേരാണ് ത്രോംബോസൈറ്റ്. ഇത് എന്തായാലും നിർബന്ധമായിട്ട് നോക്കി വെക്കണം. പിന്നെ ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ടാണ് പ്ലാസ്മ, അതും തെറ്റിക്കും ചിലപ്പം. ബ്ലഡ് സെൽസ് നോക്കിയിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവാം RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതില് ബ്ലഡിന്റെ സെൽസ് അല്ലാത്തത് ഏതാ ചോദിക്കും. അപ്പൊ മിക്കവരും ചിലപ്പോൾ തെറ്റിക്കും, പ്ലാസ്മ കൊണ്ടിട്ട് എഴുതും. പക്ഷെ പ്ലാസ്മ ഫ്ലൂയിഡ് പാർട്ടാണ്, സെൽസ് അല്ല. 3 സെൽസ് ആണ് ആകെ ബ്ലഡിലുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് ലിംഫോയിഡ് ടിഷ്യൂ ആണ്.
ഇത് പറഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്പോർട്ട് ചെയ്യും. ലിംഫാണ് മെയിൻ ആയിട്ട്. ബോൺ മാരോയും തൈമസ് ഗ്ലാൻഡും ആണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ അല്ല ടിഷ്യൂസ് ഓർഗൻസും ഓൾസോ. ആൻഡ് ലിംഫ് നോഡ്സ്, വെയിൻ, ടോൺസിൽസ്, വെയ്യസ് പാച്ചസ് ആർ സെക്കൻഡറി ലിംഫോയിഡ് ടിഷ്യൂസ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് എടുക്കാനുണ്ട്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അടുത്തത് മസ്കുലാർ ടിഷ്യൂലേക്ക് പോവാം. മസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? മസ്കുലാർ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം മസിൽ എന്നാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലോങ്ങേറ്റഡ് സെൽസ് ദാറ്റ് ആർ സ്പെഷ്യലൈസ്ഡ് ടു റെസ്പോണ്ട് ടു സ്റ്റിമുലേഷൻ ബൈ കോൺട്രാക്ടിങ്. കോൺട്രാക്ഷൻ ഒക്കെ നടക്കുന്നതാണ് എന്ത് മസ്കുലാർ ടിഷ്യൂല് മെയിൻ ആയിട്ടും. മസിൽസ് ചുരുങ്ങുകയും നമ്മൾ ചുരുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം മസിൽസ് രണ്ട് പ്രോട്ടീൻ കാരണമാണ് എന്താ മൂവ്മെന്റ് നടക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് പ്രോട്ടീൻ? ആ രണ്ട് പ്രോട്ടീൻസ് ആണ് ആക്റ്റിനും മയോസിനും. ഇനി ഈ മസ്കുലർ ടിഷ്യൂടെ ക്വസ്റ്റ്യൻസ് വരാൻ പോണ ഭാഗം എന്ന് വെച്ചാൽ അതിന്റെ ടൈപ്സ് ആണ്. 3 ടൈപ്പ് ആണുള്ളത്. സ്മൂത്ത് മസിൽ ഉണ്ട്, കാർഡിയാക് മസിൽ ഉണ്ട്, സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ബോക്സ് എന്തായാലും പഠിച്ചു വെക്കണം. കാരണം ഇത് മസ്റ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിലെ മെയിൻ ആയിട്ട് ആ ഫീച്ചേഴ്സ്. സ്കെലിറ്റൽ മസിൽ എന്താണ്? വോളണ്ടറി ആണ്. സ്കെലിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ഥി. അപ്പൊ സ്കെലിറ്റൽ മസിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നീക്കാൻ പറ്റും. അതാണ് വോളണ്ടറി എന്ന് പറഞ്ഞാല്. സ്മൂത്ത് മസിൽസ് എവിടെയാ കാണാം? സ്മൂത്ത് മസിൽസ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഓർഗൻസിലൊക്കെയാണ്. ഇന്റേണൽ ഓർഗൻസ്, ഉള്ളിലുള്ള വയറില്, അത് സ്റ്റൊമക്കില്, ഇൻഡസ്റ്റൈനില്, അവിടെയൊക്കെ. അതെന്താണ്? ഇൻവോളണ്ടറി ആണ്. അതിന്റെ മൂവ്മെന്റ്സ് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനാണ് ഇൻവോളണ്ടറി എന്ന് പറയുന്നത്. അപ്പൊ സ്മൂത്ത് മസിൽ എന്താണ്? ഇൻവോളണ്ടറി ആണ്. കാർഡിയാക് മസിൽ ആ വേർഡ് തന്നെ ഉണ്ട്. കാർഡിയാക് എന്താ? കാർഡിയാക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് ആണ്. ഹൃദയത്തിനാണ് എന്താണ് കാർഡിയാക് മസിൽ ഉള്ളത്. അപ്പൊ എന്താണ്? അതും എന്താണ്? ഇൻവോളണ്ടറി ആണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതിലൊന്നും മൂവ്മെന്റും കാര്യങ്ങളും. നമുക്ക് ആകെ സ്കെലിറ്റൽ മസിൽ മാത്രമാണ് വോളണ്ടറി. അപ്പൊ അത് ക്വസ്റ്റ്യൻ ആണ്, വോളണ്ടറി മസിൽ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരും. പിന്നെ അതില് നോക്കാനുള്ളത് സ്ട്രേറ്റഡ്, നോൺ സ്ട്രേറ്റഡ്. സ്ട്രേറ്റഡ് എന്ന് പറയുന്നത് സ്ട്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഈ വര കണ്ടോ? അതാണ് സ്ട്രേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്കെലിറ്റൽ എന്താണ്? സ്ട്രേറ്റഡ് ആണ്. അതുപോലെ കാർഡിയാക്കും സ്ട്രേറ്റഡ് ആണ്. ഇത് ചിത്രം ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. പിന്നെ സ്മൂത്ത് മസിൽസ് എന്താ? സ്ട്രേറ്റഡ് അല്ല, സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. അതായത് സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ് എന്ത്? സ്പിൻഡിൽ. ഓക്കെ, സ്പിൻഡിൽ ഷേപ്പാണ്. സ്ട്രേഷൻസ് സ്മൂത്ത് മസിൽസിൽ ഇല്ല. അപ്പം ഈ ഒരു ബോക്സ് ജസ്റ്റ് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ മെയിൻ സാധനം അത് മാർക്ക് ചെയ്യാം. ഇൻവോളണ്ടറി സാധനവും ഇൻവോളണ്ടറിയും, പിന്നെ സ്ട്രേറ്റഡും നോൺ സ്ട്രേറ്റഡും. ഇതാണ് ഇതിലെ മെയിൻ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂന്റെ എന്താണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് എന്താന്ന് വെച്ചാൽ അത് ന്യൂറോൺസ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഈ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? സപ്പോർട്ടിംഗ് സെൽസിന്റെ പേരാണ് ഗ്ലിയൽ സെൽസ് അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ. ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മളുടെ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത്. ഈ ന്യൂറോണിനെ ഈ ഒരു ചിത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾ അതായത് പ്ലസ് 1 പ്ലസ് 2 തൊട്ടേ പഠിക്കും. എന്നുവെച്ചാല് ഈ പുറത്തുള്ള ഈ ബ്രാഞ്ചസ് ആയിട്ട് കാണുന്നതാണ് ഡെൻഡ്രൈറ്റ്, ഇത് ന്യൂക്ലിയസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ആക്സോൺ വരും. ഓരോ ആക്സോൺസ് ഉണ്ട്. ഈ ആക്സോണിനെ പൊതിഞ്ഞിട്ട് എന്താണ് ഒരു മൈലിൻ ഷീത്ത് ഉണ്ട്. ഈ ആക്സോണിന്റെ സെന്ററിലുള്ളതാണ് എന്ത്? ഷ്വാൻ സെൽസ്. പിന്നെ ആക്സോൺ ടെർമിനല്. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കും. ജസ്റ്റ് സ്ട്രക്ചർ എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലിയൽ സെൽസ് അത് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും ന്യൂറോൺസിനെ. എങ്ങനെയൊക്കെ ന്യൂട്രിയൻസ് കൊടുക്കുന്നു, ഡെഡ് സെൽസ് തന്നെ ഗെറ്റ് റിഡ് ചെയ്യുന്നു, പിന്നെ പാത്തജൻസിനെ ഒക്കെ ഒഴിവാക്കുന്നു. ഈ ന്യൂറോഗ്ലിയൽ സെൽസിന്റെ ടൈപ്സ് വെച്ച് ഏതൊക്കെയാ വെച്ചാൽ ആസ്ട്രോസൈറ്റ്സ്, എപ്പൻഡൈമൽ സെൽസ്, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്, ഷ്വാൻ സെൽസ് ആൻഡ് മൈക്രോഗ്ലിയൽ സെൽസ്.
ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും നെർവസ് സിസ്റ്റത്തിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഹിസ്റ്റോളജിയുടെ ഇതിൽ ഈ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഓരോ ചാപ്റ്ററിനെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്, ഷോർട്സ് ആയിട്ടും അല്ലാണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഷോർട്സിൽ ഞാൻ ഓരോ സിസ്റ്റമായിട്ടും ഓരോ ഓർഗൻസിന്റെ ഒക്കെ ആയിട്ട് ഇടാം. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം, കാരണം അതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം, ഞാൻ മാക്സിമം റിപ്ലൈ തരും. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.